ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു നെസ്റ്റഡ് ലൂപ്പ് വർക്ക് ചെയ്യുക, അതുപോലെ ഒരു മെട്രിക്സ് പാറ്റേൺ, ദെൻ പിരമിഡ് പാറ്റേൺ, ട്രയാങ്കിൾ പാറ്റേൺ, ഇതൊക്കെ നെസ്റ്റഡ് ലൂപ്പ് വെച്ചിട്ട് എങ്ങനെ പ്രിൻറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഞാനൊരു നെസ്റ്റഡ് ലൂപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു നെസ്റ്റഡ് ഫോർ ലൂപ്പാണ്. 2 ഫോർ ലൂപ്പ് ഉണ്ട്. ഔട്ടർ ഫോർ ലൂപ്പ് കൺട്രോൾ വേരിയബിൾ i 1 മുതൽ 5 വരെ പോവും. ദെൻ ഇന്നർ ഫോർ ലൂപ്പ്, ഈ ഔട്ടർ ഫോർ ലൂപ്പിന് അകത്ത് വരുന്നതാണ് ഈ ഫോർ ലൂപ്പ്. അത് J1 മുതൽ 4 വരെ പോകുന്ന ഒരു ലൂപ്പ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഔട്ടർ ഫോർ ലൂപ്പിനകത്ത് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, അത് ഈ ഇന്നർ ഫോർ ലൂപ്പാണ്. ഈ ഇന്നർ ഫോർ ലൂപ്പിനകത്ത് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, അത് ഈ പ്രിൻ്റ് എഫ് ആണ്. അപ്പോൾ 2 ഫോർ ലൂപ്പിനകത്തും ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കേളി ബ്രേസ് ഒന്നും ഇടാഞ്ഞത്. ഇത് നിങ്ങൾക്ക് കേളി ബ്രേസ് ഇട്ടിട്ടും എഴുതാം. അപ്പോൾ ഇന്നർ ഫോർ ലൂപ്പിനകത്ത് ചെയ്തത് ഐയും ജെയും ഒന്ന് പ്രിൻറ്റ് ചെയ്തു. ഇത് എങ്ങനെയാണ് ഐയുടെയും ജെയുടെയും വാല്യൂ ചേഞ്ച് ചെയ്യണത് എന്നൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഐയും ജെയും അവിടെ പ്രിൻറ്റ് ചെയ്തത്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്നൊന്ന് നോക്കാം ആദ്യം. അപ്പോൾ ഇത് ഔട്ടർ ഫോർ ലൂപ്പിനകത്ത്, ഔട്ടർ ഫോർ ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക? ഐ 1 ആവും, കണ്ടീഷൻ ട്രൂ ആണ്. 1 ≤ 5 എന്ന് പറഞ്ഞ കണ്ടീഷൻ ട്രൂ ആണ്. അപ്പോൾ ഇതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഫോർ ലൂപ്പാണ്. അപ്പോൾ ഈ ഇന്നർ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാം. ഔട്ടർ ഫോർ ലൂപ്പിൽ ഐ 1 ആവണ സമയത്ത് ഇതിനകത്തുള്ള ഇന്നർ ഫോർ ലൂപ്പ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യുക. അതായത് ഔട്ടർ ഫോർ ലൂപ്പിനകത്തുള്ള സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു, അത് എക്സിക്യൂട്ട് ചെയ്തു. ദെൻ ഐ ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഐ ഇൻക്രിമെൻറ്റ് ചെയ്തു, വീണ്ടും കണ്ടീഷൻ ട്രൂ ആണ്. ഐ 2 ആണ്, 2 ≤ 5 ആണ്. ഇതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒരു തവണയും കൂടെ എക്സിക്യൂട്ട് ചെയ്യുക. ദെൻ ഐ 3 ആയി, ഇതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടെ എക്സിക്യൂട്ട് ചെയ്യുക. ഐ 4 ആകുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യും, ഐ 5 ആകുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യും, ഐ 6 ആവുന്ന സമയത്ത് ഔട്ടർ ഫോർ ലൂപ്പിനകത്തുനിന്ന് പുറത്തേക്ക് വരും. ഇങ്ങനെയാണ് ഔട്ടർ ഫോർ ലൂപ്പ് വർക്ക് ചെയ്യേണ്ടത്. ഇനി ഇന്നർ ഫോർ ലൂപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുക? ജെ ആദ്യം 1 ആവും, കണ്ടീഷൻ ട്രൂ ആണ്, ഈ പ്രിൻ്റ് എഫ് വർക്ക് ചെയ്യും. അതായത് ഇതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒന്നേ ഉള്ളൂ, പ്രിൻ്റ് എഫ് ആണ്, അത് വർക്ക് ചെയ്തു. അപ്പോൾ ഇതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ജെ ഇൻക്രിമെൻ്റ് ചെയ്യും, കണ്ടീഷൻ ട്രൂ ആണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇന്നർ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടെ വർക്ക് ചെയ്യും. ജെ 3 ആകുമ്പോഴും പ്രിൻ്റ് എഫ് വർക്ക് ചെയ്യും, ജെ 4 ആകുമ്പോഴും പ്രിൻ്റ് എഫ് വർക്ക് ചെയ്യും, ജെ 5 ആയാൽ ഈ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ കഴിഞ്ഞു. അപ്പോൾ ഈ കംപ്ലീറ്റ് ലൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഔട്ടർ ഫോർ ലൂപ്പിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് വർക്ക് ചെയ്യാൻ നോക്കുക? ഐ 1 ആയി കഴിഞ്ഞാൽ ഇതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത്, ഇതിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫോർ ലൂപ്പാണ്. അപ്പോൾ ഈ ഫോർ ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് J1 മുതൽ 4 വരെ, ഇത്രയുമാണ് ഈ ഔട്ടർ ഫോർ ലൂപ്പിനകത്ത് വരുന്നത്. അപ്പോൾ ഐ 1 ആവുന്ന സമയത്ത് J1 മുതൽ 4 വരെ പോവും. അതായത് 1 ഐ 1ഉം J1 ആണ് 1. ദെൻ ഐ മാറ്റമൊന്നുമില്ല, ഇന്നർ ഫോർ ലൂപ്പ് മാത്രമാണ്, ഇത് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. J2 ആവും, ഇപ്പോൾ 1 2 പ്രിൻ്റ് ചെയ്യും, 1 3 പ്രിൻ്റ് ചെയ്യും, 1 4 പ്രിൻ്റ് ചെയ്യും. ഇത്രയും കഴിഞ്ഞാൽ ഔട്ടർ ഫോർ ലൂപ്പിൻ്റെ ഒരു ഇറ്ററേഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ ഐ ഇൻക്രിമെൻറ്റ് ചെയ്യണം, ഐ 2 ആയി, ഔട്ടർ ഫോർ ലൂപ്പിനകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യണം. അത് വീണ്ടും ഇന്നർ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം. ഇന്നർ ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇന്നർ ഫോർ ലൂപ്പ് 1 മുതൽ 4 വരെ. അപ്പോൾ എന്താ പ്രിൻ്റ് ചെയ്യുക? ഐ ഇപ്പോൾ 2 ആണ്, ഇന്നർ ഫോർ ലൂപ്പിൻ്റെ ലൂപ്പ് വേരിയബിൾ ജെ, അത് 1 മുതൽ 4 വരെ പോകണം. അപ്പോൾ 2 1 2 2 2 3 2 4 പ്രിൻ്റ് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഔട്ടർ ഫോർ ലൂപ്പിൻ്റെ ഒരു ഇറ്ററേഷൻ കഴിഞ്ഞു. ഇനി ഐ 3 ആവും. ഐ 3 ആവുന്ന സമയത്ത് വീണ്ടും J1 മുതൽ 4 വരെ. അപ്പോൾ 3 1 3 2 3 3 3 4. അത് കഴിഞ്ഞ് ഐ 4 ആവും, 4 1 4 2 4 3 4 4. ഇങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് വരേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. 1 1 1 2 1 3 1 4 2 1 2 2 2 3 2 4 അങ്ങനെ 5 വരെ, 5 1 5 2 5 3 5 4 വരെ പ്രിൻ്റ് ചെയ്തു. ഇനി ഞാൻ അതിപ്പോൾ എങ്ങനെയാണ് ഐയും ജെയും മാറണതെന്നൊന്ന് കാണിക്കാനാണ് ഈ രണ്ടും പ്രിൻ്റ് ചെയ്തത്. അപ്പോൾ ഇനി ഞാൻ കാണിക്കുന്ന എക്സാമ്പിളിലൊക്കെ ഞാൻ ഒരു വേരിയബിളെ പ്രിൻ്റ് ചെയ്യണം, പക്ഷേ കുറേ ഒരു ലെങ്തി ഔട്ട്പുട്ട് വേണ്ടാന്ന് വെച്ചിട്ടാണ് ജെ മാത്രമാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ജെ മാത്രം പ്രിൻ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഐ 1 ആവുന്ന സമയത്ത് J 1 2 3 4, ഐ 2 ആകുമ്പോൾ J 1 2 3 4 പോകണം. അപ്പോൾ അതായിരിക്കും ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട്. 1 2 3 4 1 2 3 4 അങ്ങനെ 5 ടൈംസ് വരണം. അപ്പോൾ നമുക്കൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. 1 2 3 4 1 2 3 4 1 2 3 4 അങ്ങനെ 5 ടൈംസ് വന്നു. ഇനി ഇതിൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വരുത്താണ്. ഔട്ടർ ഫോർ ലൂപ്പിനകത്ത് ഞാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ ആഡ് ചെയ്യണം. ഇപ്പോൾ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ആയതുകൊണ്ടായിരുന്നു നമ്മൾ കേളി ബ്രേസ് ഒന്നും ഇടാതിരുന്നത്. അപ്പോൾ ഇനി കേളി ബ്രേസ് ഇട്ടു. ഔട്ടർ ഫോർ ലൂപ്പ് അതിനകത്ത് ഇപ്പോൾ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ, അത് ഇന്നർ ഫോർ ലൂപ്പാണ്. ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടെ ആഡ് ചെയ്യാണ്, ഒരു പ്രിൻ്റ് എഫിനകത്ത് ഞാൻ ജസ്റ്റ് ഒരു സ്ലാഷിൻ പ്രിൻ്റ് ചെയ്യാണ്, അതായത് ഒരു ന്യൂ ലൈൻ പ്രിൻ്റ് ചെയ്യാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്? ഐ 1 ആവണ സമയത്ത് J 1 to 4 പോയി,
അതായത് 4 ടൈംസ് ഈ പ്രിൻ്റ് എഫ് വർക്ക് ചെയ്തു. 1 2 3 4 എന്ന് പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഔട്ടർ ഫോർ ലൂപ്പിലെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ 1 2 3 4 പ്രിൻ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരികയാണ്. അപ്പോൾ സ്ലാഷൻ അടുത്ത ലൈനിൽ വന്നു. ഇനി ഔട്ടർ ഫോർ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യാം. I2i ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാം. J1 മുതൽ 4 വരെ പോയി 1 2 3 4 പ്രിൻ്റ് ചെയ്തു. അടുത്ത ലൈനിൽ വന്നു. ഇങ്ങനെ ഇത് 5 ടൈംസ് ചെയ്യണം. അപ്പോൾ 1 2 3 4 എന്നൊരു ലൈനിൽ, അത് കഴിഞ്ഞ് അടുത്ത ലൈനിലേക്ക് വന്നു, വീണ്ടും 1 2 3 4 പ്രിൻ്റ് ചെയ്തു. അടുത്ത ലൈനിലേക്ക് വന്നു, 1 2 3 4 പ്രിൻ്റ് ചെയ്തു. അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യേണ്ടത്. 1 2 3 4 1 2 3 4 അങ്ങനെ അടുത്തടുത്ത ലൈനിലായിട്ട് പ്രിൻ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു മെട്രിക്സ് പാറ്റേൺ പ്രിൻ്റ് ചെയ്യുക. ഇതിപ്പോൾ മെട്രിക്സ് പോലെ ഇരിക്കുന്നത്. 5 റോ ഉണ്ട്, 4 കോളം ഉണ്ട്. അതായത് എത്ര റോ വേണം അതാണ് ഔട്ടർ ലൂപ്പിൻ്റെ വാല്യൂ വരേണ്ടത്. 1 to 5, അതായത് 5 റോസ് ആയിട്ടാണ് നമുക്ക് പ്രിൻ്റ് ചെയ്യണം. അപ്പോൾ റോ വൈസ് വരണമെന്നുണ്ടെങ്കിൽ ഔട്ടർ ലൂപ്പിനകത്തുള്ള ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒരു പ്രിൻ്റ് എഫ് സ്ലാഷിനായിട്ട് കൊടുക്കുക. വെച്ചാൽ ഔട്ടർ ലൂപ്പിന് ബാക്കി എന്തെങ്കിലും പ്രിൻ്റ് ചെയ്യാനുള്ളതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് ലാസ്റ്റ് പ്രിൻ്റ് എഫ് ആയിട്ട് സ്ലാഷിന് കൊടുക്കുക. ഇനി ഇന്നർ ഫോർ ലൂപ്പ് 1 മുതൽ 4 വരെയാണ് പോയത്. അപ്പോൾ 1 2 3 4 എന്നൊരു ലൈനിൽ പ്രിൻ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ഒരു മെട്രിക്സിൽ 4 കോളം ഉണ്ടെങ്കിൽ ആ 4 കോളം വാല്യൂസ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഒരു ഇന്നർ ഫോർ ലൂപ്പ് 4 വരെ പോകണത് കൊടുത്താൽ മതി. ഇനി 5 കോളം ഉണ്ടായിരുന്നെങ്കിൽ J <= 5 എന്ന് കൊടുത്താൽ മതി. ഇനി ഇതിനകത്ത് നമ്മൾ പ്രിൻ്റ് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ മെട്രിക്സിൽ എന്ത് വാല്യൂ ആണ് വരേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ജെയുടെ വാല്യൂ വരേണ്ടതെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജെന്ന് പ്രിൻ്റ് ചെയ്തു. ഇനിയിപ്പോൾ എനിക്ക് ഇവിടെ വരേണ്ടത് 1 എന്നായിരുന്നു വിചാരിക്കുക. ജെ ഒന്നുമല്ല, വെറുതെ 1 എന്ന് വരണം. ഇപ്പം എന്താണ്? I1 ആവണ സമയത്ത് ഫസ്റ്റ് റോ ആണ്. I1 ആവണ സമയത്ത് J1 മുതൽ 4 വരെ പോയി 1 എന്നാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ 4 തവണ 1 എന്ന് പ്രിൻ്റ് ചെയ്യും. അടുത്ത ലൈനിൽ വരും. ഇത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അടുത്ത ലൈനിൽ വരിക I2 ആവണ സമയത്ത് J1 മുതൽ 4 വരെ, അതായത് 4 തവണ 1 എന്ന് പ്രിൻ്റ് ചെയ്യുക. അടുത്ത ലൈനിൽ വരിക. അങ്ങനെ 1 1 1 1 ഒരു റോ, അടുത്ത റോ 1 1 1 1, നെക്സ്റ്റ് റോ 1 1 1 1, അങ്ങനെ 5 റോ ഉണ്ടാവും. കമ്പൈൽ ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഉണ്ടോ? ഇപ്പം മെട്രിക്സിൽ 1 എന്നാണ് നമ്മൾ പ്രിൻ്റ് ചെയ്തത്. നമ്മൾ ഒരു 1 കഴിഞ്ഞിട്ട് സ്പേസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ അടുത്തടുത്ത് വന്നത്. അതായത് പ്രിൻ്റ് എഫിനകത്ത് ജസ്റ്റ് ഒരു 1 മാത്രമാണ് കൊടുത്തത്. അപ്പോൾ ഒരു മെട്രിക്സ് പോലെ വരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഒരു സ്പേസും കൂടെ കൊടുത്താൽ മതി. സ്പേസോ ടാബോ എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. ഇനി ഞാൻ ഇതിനകത്ത് ചെറിയൊരു മാറ്റം വരുത്താണ്. ജെ ലൂപ്പിൻ്റെ കണ്ടീഷൻ മാറ്റിയിട്ട് ഇവിടെ ഞാൻ I എന്നാക്കുകയാണ്. J<= I എന്നാക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക? I1 ആവണ സമയത്ത് J1 മുതൽ 1 വരെയാണ് പോവുക. I2 ആവണ സമയത്ത് J1 മുതൽ 2 വരെയാണ് പോവുക. അതായത് I1 ആവണ സമയത്ത് J ലൂപ്പ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യണം. I2 ആവണ സമയത്ത് J ലൂപ്പ് 2 തവണ എക്സിക്യൂട്ട് ചെയ്യണം. I3 ആവുമ്പോൾ J ലൂപ്പ് 3 തവണ എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ഇത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ലൈനിൽ ഒരു 1 വരും, സെക്കൻഡ് ലൈനിൽ 2 1, തേർഡ് ലൈനിൽ 3 1, അങ്ങനെയാണ് വരേണ്ടത്. അപ്പോൾ നമുക്കൊരു ഇതിപ്പോൾ ഒരു ട്രയാങ്കിൾ, റൈറ്റ് ആംഗിളുടെ ട്രയാങ്കിൾ പോലെയല്ലേ ഇരിക്കുന്നത് ഈ പാറ്റേൺ. അപ്പോൾ ഒരു ട്രയാങ്കിൾ പാറ്റേൺ പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. എത്ര റോ വേണമെന്ന് വെച്ചാൽ അതാണിക്കണം. ഔട്ടർ ലൂപ്പ് അത്ര തവണയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്. ഇനി ഇന്നർ ലൂപ്പ് എപ്പോഴും എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഔട്ടർ ലൂപ്പിൻ്റെ കൗണ്ട് എത്രയാണോ അതുവരെ. ഔട്ടർ ലൂപ്പിൻ്റെ ലൂപ്പ് വേരിയബിളിൻ്റെ വാല്യൂ 1 ആകുമ്പോൾ ഇന്നർ ലൂപ്പ് 1 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യണം. ഔട്ടർ ലൂപ്പിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ ഇന്നർ ലൂപ്പ് 2 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെ. അപ്പോൾ ഇവിടെ ഞാൻ 1 കൊടുത്തതിന് പകരം ഞാൻ J ആയിരുന്നു പ്രിൻ്റ് ചെയ്തതെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരിക? ഫസ്റ്റ് ലൈനിൽ 1 പ്രിൻ്റ് ചെയ്യും, സെക്കൻഡ് ലൈനിൽ J1 മുതൽ 2 വരെയാണ് പോകുന്നത്, അപ്പോൾ 1 2 പ്രിൻ്റ് ചെയ്യും. തേർഡ് ലൈനിൽ 1 3 പ്രിൻ്റ് ചെയ്യും. ഫോർത്ത് ലൈനിൽ 1 2 3 4 പ്രിൻ്റ് ചെയ്യും. അങ്ങനെയാണ് വരേണ്ടത്. ഇപ്പോൾ J പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് പ്രിൻ്റ് ചെയ്യുക. 1 1 2 1 2 3 1 2 3 4, അങ്ങനെ 5 റോസ് പ്രിൻ്റ് ചെയ്തു. ഇനി ഇതിന് പകരം ഇവിടെ I ആയിരുന്നു കൊടുത്തതെന്നുണ്ടെങ്കിലോ, ഫസ്റ്റ് ലൈനിൽ വരുന്ന സമയത്ത് J1 ടൈംസ് ആണ്. അതായത് ഇന്നർ ലൂപ്പ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും, 1 പ്രിൻ്റ് ചെയ്യും. ഇനി I2 ആയിട്ട്, I2 ആയാൽ J1 മുതൽ 2 വരെയാണ്. അപ്പോൾ ഇന്നർ ലൂപ്പ് 2 ടൈംസ് വർക്ക് ചെയ്യും, പക്ഷേ പ്രിൻ്റ് ചെയ്യണത് I ആണ്. അപ്പോൾ I ഇപ്പോൾ എന്താണ്? 2 ആണ്. അപ്പോൾ ഫസ്റ്റ് ലൈനിൽ 1 ആണ് പ്രിൻ്റ് ചെയ്തത്, സെക്കൻഡ് ലൈനിൽ 2 എന്നുള്ളത് 2 ടൈംസ് പ്രിൻ്റ് ചെയ്യും. തേർഡ് ലൈനിൽ എന്ന് പറഞ്ഞാൽ I3 ആണ്. I3 ആവുന്ന സമയത്ത് ഇന്നർ ലൂപ്പ് 3 ടൈംസ് വർക്ക് ചെയ്യും, 3 3 3 എന്ന് പ്രിൻ്റ് ചെയ്യും. അപ്പോൾ 1 ഒരു ലൈനിൽ 1, സെക്കൻഡ് ലൈനിൽ 2 2, തേർഡ് ലൈനിൽ 3 3 3, ഫോർത്ത് ലൈനിൽ 4 ടൈംസ് 4, അങ്ങനെയാണ് വരേണ്ടത്. 1 2 2 3 3 3 4 4 4 4 അങ്ങനെ വന്നു. I ആണ് പ്രിൻ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് വരും.
ഇനി എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു ക്യാരക്ടർ വെച്ചിട്ടുള്ളൊരു പാറ്റേൺ ആണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. എനിക്കിപ്പോൾ സ്റ്റാർ വെച്ചിട്ടാണ് പ്രിൻ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്റ്റാർ വെച്ചിട്ടൊരു ട്രയാങ്കിൾ പ്രിൻ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഞാൻ സ്റ്റാർ ഒരു സ്പേസ് കൊടുത്തു. സ്പേസ് കൊടുത്തിട്ടോ കൊടുക്കാതെ എങ്ങനെ വേണമെങ്കിലും ട്രയാങ്കിൾ പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ സ്റ്റാർ കഴിഞ്ഞിട്ടൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു സ്റ്റാർ ട്രയാങ്കിളാണ് വരേണ്ടത്. സ്റ്റാർ വെച്ചിട്ടുള്ള ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വന്നു. ഇനി ഇതിനെ ഒരു പിരമിഡായിട്ട് പ്രിൻ്റ് ചെയ്യാൻ പോകണം. പിരമിഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ പിരമിഡിൽ ഫസ്റ്റ് ലൈനിൽ ഒരു സ്റ്റാർ, സെക്കൻഡ് ലൈനിൽ 2 സ്റ്റാർ. 2 സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലൈനിൽ സ്റ്റാർ ഇരിക്കുന്നതിനേക്കാളും കുറച്ച് പുറകിലേക്കായിട്ടാണ് സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. തേർഡ് ലൈൻ കുറച്ചും കൂടെ പുറകിലായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അങ്ങനെ വരണം. അപ്പോൾ അത് പിരമിഡ് ആക്കണതിൻ്റെ മുന്നേ, ഇപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മളിങ്ങനെ ഇത്തിരി സ്പേസിങ് കൊടുത്താലേ നമുക്കതൊരു പിരമിഡ് ആക്കാൻ പറ്റുള്ളൂ. അപ്പം സ്പേസിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനതവിടെ ഒരു ഫോർ ലൂപ്പ് എഴുതുകയാണ്. i = 1, സോറി i അല്ല, i നമ്മൾ യൂസ് ചെയ്തല്ലോ. k = 1, k <= 10, k ++. ഈ ഫോർ ലൂപ്പിനകത്ത് ജസ്റ്റ് ഒരു സ്പേസ് പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രിൻ്റ് എഫ് കൊടുക്കുകയാണ്. അപ്പോൾ പിരമിഡ് ആക്കണതിൻ്റെ മുന്നേ ഞാനൊരു സിംഗിൾ സ്പേസ് ഇട്ടിട്ട് പ്രിൻ്റ് ചെയ്ത് കാണിക്കാം. k ഡിക്ലെയർ ചെയ്യണം. അപ്പോൾ k1 മുതൽ 10 വരെ പോകണം. എന്നിട്ട് അതിനകത്ത് ഒരു സ്പേസ് പ്രിൻ്റ് ചെയ്യണം. അതായത് 10 ടൈംസ് ഈ പ്രിൻ്റ് എഫ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ 10 സ്പേസസ് പ്രിൻ്റ് ചെയ്യാം. ഇപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക? ഇപ്പോൾ ഔട്ടർ ഫോർ ലൂപ്പിനകത്ത് 2 ഫോർ ലൂപ്പ് വന്നു. അപ്പോൾ i1 ആണ് സമയത്ത് ആദ്യം വർക്ക് ചെയ്താണ് 10 സ്പേസ് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റാർ പ്രിൻ്റ് ചെയ്യും, നെക്സ്റ്റ് ലൈനിലേക്ക് വരും. i2 ആവണ സമയത്ത് 10 സ്പേസ് പ്രിൻ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് 2 ടൈംസ് സ്റ്റാർ പ്രിൻ്റ് ചെയ്യും, അടുത്ത ലൈനിലേക്ക് വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത അതേ ട്രയാങ്കിൾ തന്നെയാണ്, പക്ഷേ അതിൻ്റെ മുന്നേ എല്ലാ ട്രയാങ്കിളും പ്രിൻ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു 10 സ്പേസ് ഉണ്ട്. അപ്പോൾ മൊത്തം ട്രയാങ്കിൾ ഇത്തിരി റൈറ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ടായിരിക്കും വരിക. എന്നുവെച്ചാൽ ഓരോ ലൈനിൻ്റെ മുന്നേ നമ്മൾ 10 സ്പേസസ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ വന്ന അതേ ട്രയാങ്കിൾ തന്നെയാണ് വന്നത്, പക്ഷേ ഓരോ ലൈനിൻ്റെ മുന്നേ 10 സ്പേസസ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തിരി നീക്കി പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്പേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു ലൂപ്പ് കൊടുത്താൽ മതി. ലൂപ്പ് തന്നെ കൊടുക്കണമെന്നില്ല, നമുക്ക് വെറുതെ ഇത്തിരി നീങ്ങണം എന്നുണ്ടെങ്കിൽ ഈ ലൂപ്പിന് പകരം പ്രിൻ്റ് എഫ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഒരു സ്പേസ് കൊടുക്കുന്നതിന് പകരം 10 സ്പേസ് അങ്ങോട്ട് കൊടുത്താൽ മതി. പക്ഷേ നമുക്ക് എല്ലാ ലൈനിലും 10 സ്പേസാണ് വരേണ്ടതുണ്ട്. അപ്പോൾ ഞാനിവിടെ ലൂപ്പ് കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഇനി പിരമിഡ് പ്രിൻ്റ് ചെയ്യാൻ പോവാണ്. പിരമിഡ് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ലൈനിലും ഓരോ പോലെയാണ് സ്പേസിങ് വരേണ്ടത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് പിരമിഡ് ആക്കുക? ഫസ്റ്റ് ലൈനിൽ നമ്മൾ 10 സ്പേസ് കൊടുത്താൽ പിരമിഡായിട്ട് പ്രിൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ലൈനിൽ നമുക്ക് ഇത്തിരി പുറകിലേക്കാണ് വരേണ്ടത്. 9 സ്പേസ് കൊടുക്കുക, തേർഡ് ലൈനിൽ 8 സ്പേസസ് കൊടുക്കുക, ഫോർത്ത് ലൈനിൽ 7 സ്പേസസ് കൊടുക്കുക. അങ്ങനെ കുറച്ച് കൊണ്ടുവരണം സ്പേസ്. അപ്പോൾ ഇതിങ്ങനെ കുറച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 10 - i എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഫസ്റ്റ് കേസിൽ i1 ആണ്. അപ്പോൾ 10 - i എന്ന് പറയുന്ന സമയത്ത് ഫസ്റ്റ് ലൈനിൽ 9 സ്പേസസ് ആണ് വരിക. ഇനി സെക്കൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ i2 ആകുമ്പോഴാണ് സെക്കൻഡ് ലൈൻ നമ്മൾ പ്രിൻ്റ് ചെയ്യണം. i2 ആവുന്ന സമയത്ത് 10 - i എന്ന് പറയുന്ന സമയത്ത് 8 ആണ് വരിക. അപ്പോൾ സെക്കൻഡ് ലൈനിൽ 8 സ്പേസസ് വരും. തേർഡ് ലൈൻ ആവുന്ന സമയത്ത് 10 - 3 7 സ്പേസസ് പ്രിൻ്റ് ചെയ്യും. അങ്ങനെ ഓരോ ലൈനിലും സ്പേസ് ഇത്തിരി കുറഞ്ഞു വരും. അപ്പോൾ നമുക്കിത് റൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് വരണതെന്ന്. ഇപ്പോൾ ഒരു പിരമിഡ് വന്നില്ലേ? ഫസ്റ്റ് ലൈനിൽ 9 സ്പേസ്, സെക്കൻഡ് ലൈനിൽ 8, തേർഡ് ലൈനിൽ 7, അങ്ങനെ സ്പേസ് കൊടുത്തതുകൊണ്ടാണ് അവിടെ പിരമിഡായിട്ട് വന്നത്. പിന്നെ ഇത് പിരമിഡായിട്ട് വരാൻ കാര്യം ആദ്യം കൊടുത്ത സ്പേസിങ് മാത്രമല്ല, ഇവിടെ നമ്മൾ സ്റ്റാർ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് കൊടുത്തിരുന്നു. അതുകൊണ്ടും കൂടിയാണ് അത് പിരമിഡായിട്ട് വന്നത്. ഇവിടെ ഞാൻ സ്പേസ് കൊടുത്തിട്ടില്ല വിചാരിക്കുക. സ്പേസ് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ വരിക? ഒരു സ്റ്റാർ കഴിഞ്ഞാൽ അതിന് തൊട്ടടുത്ത് തന്നെ അടുത്ത സ്റ്റാർ വരും. അപ്പോൾ നമുക്കതൊരു പിരമിഡായിട്ടായിരിക്കില്ല കിട്ടുക, വീണ്ടും അതൊരു ട്രയാങ്കിളായിട്ട് വരും. ഒരു സ്റ്റാറിൻ്റെ അടുത്ത് തന്നെ അടുത്ത സ്റ്റാർ വരികയാണ്. അപ്പോൾ നമുക്കത് പിരമിഡായിട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലൈനിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള സ്പേസും അഡ്ജസ്റ്റ് ചെയ്യണം. 2 സ്റ്റാറിൻ്റെ ഇടയ്ക്ക് വരുന്ന സ്പേസും കൊടുത്താൽ മാത്രമേ അതൊരു പിരമിഡായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പിരമിഡിൽ നമുക്ക് സിംഗിൾ സ്പേസ് കൊടുത്തു, സെക്കൻഡിൽ നമ്മൾ സ്പേസ് കൊടുക്കാത്തതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിപ്പോൾ ഇത്തിരി സ്പേസൊക്കെ ഇട്ടുള്ള പിരമിഡാണ്. ഇതുപോലെ തിക്കായിട്ട് പിരമിഡ് വരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? സെക്കൻഡ് ലൈനിൽ 3 സ്റ്റാർ പ്രിൻ്റ് ചെയ്യുക, തേർഡ് ലൈനിൽ 5 സ്റ്റാർ പ്രിൻ്റ് ചെയ്യുക. അങ്ങനെ പ്രിൻ്റ് ചെയ്ത് പോയാലും മതി. ഇനി ഞാനിവിടെ ഒരു 2 സ്പേസ് കൊടുക്കാമെന്ന് വിചാരിക്കാം. 2 സ്പേസ് കൊടുക്കുകയെന്നുണ്ടെങ്കിലും ഇതൊരു കറക്റ്റ് പിരമിഡ് ആയിരിക്കില്ല, ഇത്തിരി ഡിസ്റ്റോർട്ടഡ് ആയിട്ടായിരിക്കും പിരമിഡ് വരിക. അതായത് ഓരോ സ്റ്റാർ കഴിഞ്ഞാലും 2 സ്പേസ് വെച്ചിട്ട് പോവുകയാണ്. സിംഗിൾ സ്പേസ് ആണെങ്കിലേ നമുക്ക് ആ കറക്റ്റ്
ഇത് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ 2 സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കറക്റ്റ് പിരമിഡായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ ഓരോ സ്പേസ് പുറകിലേക്കല്ല കൊടുക്കണം. ഫസ്റ്റ് ലൈനിൽ 9, സെക്കൻഡ് ലൈനിൽ 8 സ്പേസിന് പകരം 7 സ്പേസസ് കൊടുത്തിരുന്നു എന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ പുറകിലേക്ക് വരും. അടുത്ത ലൈനിൽ 5 സ്പേസസാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പുറകിലേക്ക് വരും. അങ്ങനെ ബാക്കിലെ സ്പേസിങ്ങും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ നമുക്ക് 2 സ്റ്റാറിനിടയ്ക്ക് എത്ര സ്പേസ് വേണോ അത് നമ്മൾ കൊടുക്കുക. അതിനനുസരിച്ച് നമ്മുടെ ഓരോ ലൈനിൻ്റെയും പുറകിലുള്ള സ്പേസും കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെയാണ് നമുക്ക് കറക്റ്റ് പിരമിഡായിട്ട് എടുക്കാം. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുന്ന സമയത്ത് ഈ ലൂപ്പ് മാറ്റി നോക്കുക. ഇവിടെ ഒരു സ്പേസിന് പകരം 2 സ്പേസ് കൊടുത്ത് നോക്കുക, അല്ലെങ്കിൽ ലൂപ്പ് കണ്ടീഷൻ മാറ്റി നോക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ പല പല പാറ്റേണിൽ നമുക്കിത് പ്രിൻ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ ഇവിടെ സ്പേസ് ഇടാണ്ട് കൊടുത്തിട്ട് തിക്കായിട്ട് വരണം എന്നുണ്ടെങ്കിൽ, അതായത് I1 ആവണ സമയത്ത് 1 സ്റ്റാർ പ്രിൻ്റ് ചെയ്യണം, I2 ആവണ സമയത്ത് 3 സ്റ്റാർ പ്രിൻ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? I1 ആവണ സമയത്ത് ലൂപ്പ് 1 തവണയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, I2 ആവണ സമയത്ത് 3 തവണ എക്സിക്യൂട്ട് ചെയ്യണം, I3 ആവണ സമയത്ത് 5 തവണ എക്സിക്യൂട്ട് ചെയ്യണം. അതായത് 2i - 1 കൊടുത്താൽ പോരെ. 2 × i - 1 ആയിരുന്നു വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താ വരിക? I1 ആകുമ്പോൾ 2i എന്ന് പറഞ്ഞാൽ 2, 2 - 1, 1. I1 ആവണ സമയത്ത് J1. I2 ആവണ സമയത്ത് 2i എന്ന് പറഞ്ഞാൽ 4, 4 - 1, 3. I3 ആവണ സമയത്ത് 6 - 1, 5. എന്നിട്ട് ഞാനിവിടെ സ്റ്റാർ കൊടുക്കുകയാണ്, സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ലൈനിൽ 1 സ്റ്റാർ പ്രിൻ്റ് ചെയ്യും, സെക്കൻഡ് ലൈനിൽ 3 സ്റ്റാർ, തേർഡ് ലൈനിൽ 5 സ്റ്റാർ, അങ്ങനെ വരും. അപ്പോൾ നമുക്ക് തിക്കായിട്ടുള്ള ഒരു പിരമിഡ് കിട്ടും. ഉണ്ടോ? ഇപ്പോഴും പിരമിഡ് തന്നെയാണ്. നേരത്തെ പ്രിൻ്റ് ചെയ്ത പിരമിഡ് ഇങ്ങനെയായിരുന്നു, സ്പേസ് ഇട്ടിട്ട് ആയിരുന്നു പിരമിഡ് പ്രിൻ്റ് ചെയ്തത്. ഇപ്പോൾ സ്പേസ് ഇല്ലാണ്ട് തിക്കായിട്ടൊരു പിരമിഡ് കിട്ടി. അപ്പോൾ ഇങ്ങനെ ഈ പ്രോഗ്രാമിനകത്ത് ഇവിടുത്തെ സ്റ്റാറും ഇതിൻ്റെ കണ്ടീഷനും അതുപോലെ സ്പേസിങ് കൊടുക്കുന്ന കണ്ടീഷനും അല്ലെങ്കിൽ അതിനകത്ത് സ്പേസിങ്ങിന് വേണ്ട പ്രിൻ്റ് കൂടുതൽ സ്പേസും ടാബും ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പല പല പാറ്റേൺസ് കിട്ടും. അപ്പോൾ അങ്ങനെ പല രീതിയിലും അത് ചെയ്തു നോക്കുക. ഇനി നിങ്ങൾക്ക് ഐയുടെയും ജെയുടെയും ഒന്നും വാല്യൂ അല്ലാതെ വേറെ എന്തെങ്കിലും വാല്യൂ പ്രിൻ്റ് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പ്രോഗ്രാം എഴുതി വെച്ചിരിക്കുകയാണ്. അതായത് ഇതൊരു ട്രയാങ്കിൾ പ്രിൻ്റ് ചെയ്യാനാണ്. ട്രയാങ്കിൾ പ്രിൻ്റ് ചെയ്യാനുള്ള ലൂപ്പ് നമ്മൾ നേരത്തെ എഴുതിയ ലൂപ്പ് തന്നെ, I5 വരെ പോയി I വരെ പോണ ഒരു ലൂപ്പ് എഴുതി. അതിനകത്ത് ഐയും ജെയും ഒന്നും പ്രിൻ്റ് ചെയ്യാതെ ഞാൻ C എന്ന് പറഞ്ഞിട്ട് വേറൊരു വാല്യൂ പ്രിൻ്റ് ചെയ്തു. C ആദ്യം ഇവിടെ 1 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 1 പ്രിൻ്റ് ചെയ്യുക, അത് കഴിഞ്ഞാൽ C ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. ഓരോ പ്രിൻ്റ് കഴിഞ്ഞാലും C ഇൻക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ പ്രിൻ്റ് എഫും C ഇൻക്രിമെൻറ്റ് ചെയ്യാനുള്ള രണ്ടും കൂടെ ഇന്നർ J ലൂപ്പിലാണ് കൊടുത്തത്. അപ്പോൾ അതെങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുക? I1 ആവണ സമയത്ത് J1 to 1 ആണ്, അതായത് ഇത് 1 തവണ എക്സിക്യൂട്ട് ചെയ്യണം. 1 പ്രിൻ്റ് ചെയ്യുക, C 2i. അത് കഴിഞ്ഞ് J ലൂപ്പ് കഴിഞ്ഞു, I ലൂപ്പ് റിപ്പീറ്റ് ചെയ്യാണ്. I2 ആവണ സമയത്ത് ഇന്നർ ലൂപ്പ് 2 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. 2 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ C ഇപ്പോൾ 2 ആയിട്ടിരിക്കുകയാണ്, C 2 പ്രിൻ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് C ഇൻക്രിമെൻറ്റ് ചെയ്യും, C 3 പ്രിൻ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇന്നർ ലൂപ്പ് 3 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ സിയുടെ വാല്യൂ ഇപ്പോൾ 3 ആണ്. 3 പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് 4 ആയിട്ടിരിക്കുകയാണ്. 4 പ്രിൻ്റ് ചെയ്യും, 5 പ്രിൻ്റ് ചെയ്യും, 6 പ്രിൻ്റ് ചെയ്യും. അതായത് തേർഡ് ലൈനിൽ സിയുടെ 3 വാല്യൂസ് പ്രിൻ്റ് ചെയ്യും, ഫോർത്ത് ലൈനിൽ സിയുടെ 4 വാല്യൂസ് പ്രിൻ്റ് ചെയ്യും. അങ്ങനെയാണ് വരിക. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുക നമുക്കൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ? നേരത്തെ പ്രിൻ്റ് ചെയ്ത് ട്രയാങ്കിൾ പാറ്റേൺ തന്നെ ആണ് പ്രിൻ്റ് ചെയ്തത്. പക്ഷേ പാറ്റേൺ സെറ്റ് ചെയ്യാൻ വേണ്ടി I-J ലൂപ്പൊക്കെ നമ്മൾ അങ്ങനെ സെറ്റ് കൊടുത്തതുകൊണ്ട് അത് ട്രയാങ്കിൾ പാറ്റേൺ വന്നു. പക്ഷേ അതിനകത്തുള്ള വാല്യൂസ് എന്ന് പറയുന്നത് ഐയും ചെയ്യുമെന്നല്ല, നമ്മൾ വേറൊരു വേരിയബിളാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് എന്താണോ പ്രിൻ്റ് ചെയ്യാനുള്ളത് അത് നമുക്ക് പ്രിൻ്റ് ചെയ്യുന്ന രീതിയിൽ പ്രിൻ്റ് എഫ് കൊടുക്കാം. അതിൻ്റെ കൂടെ ട്രയാങ്കിളോ പിരമിഡോ മെട്രിക്സോ എന്ത് പാറ്റേണോ വേണ്ടതെന്ന് വെച്ചാൽ I-J ലൂപ്പ് വെച്ചിട്ട് നമുക്കതിനെ എങ്ങനെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ C എന്ന് പറഞ്ഞൊരു വേരിയബിൾ എടുത്ത് ചെയ്തത്.